ഈ പുഷ്പ 2 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. ടേക്ക് മൈ വേർഡ്, ഈ സിനിമ പുഷ്പ അതിന്റെ വിജയം ആൾക്കാരുടെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആള് നമ്മുടെ അഭിമാനം തന്നെയാണെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോ മലയാളിക്കും പറയാൻ പറ്റും, അഭിമാനിക്കാൻ പറ്റും. എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് ഓവർ ദ ടോപ്പ് ആയിട്ട് ആൾക്കാർക്ക് തോന്നാം. അങ്ങനെ തോന്നിയാലും തെറ്റില്ല എന്ന് ഞാൻ പറയണം. കാരണം ഈ പുഷ്പ 2 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി. കാരണം നമ്മൾ അതിലൊട്ടും എക്സാജറേഷൻ ഇല്ലാത്തത്, നമ്മൾ ആവേശം പോലത്തെ പടങ്ങൾ കണ്ടപ്പോൾ നമുക്ക് അറിയാം പുള്ളി ഏത് ലെവലിലാണ് പെർഫോം ചെയ്യാന്നുള്ളത്. ഇത് ആ മീറ്ററിലാണ് പുള്ളി ഉടനീളം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ചില സീൻസ് ഒക്കെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ റിപ്പീറ്റ് ഒന്നും കൂടി ഇടുമെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ പടത്തിന് ഇന്റർവെൽ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സീനുണ്ട്, ഒരു മാസ് സീനുണ്ട്, ഫഹദും അല്ലു അർജുനും കൂടെയുള്ള. റാഫി ഒട്ടും എക്സാജറേഷൻ ഇല്ല, ഒരു 1500 പേരെങ്കിലും മിനിമം ആ ഫ്രെയിമിലുണ്ട്. 1500 മിനിമം ഞാൻ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഇന്റർവൽ സീക്വൻസ് ആണ്. അല്ലും പുള്ളിയും കൂടിയിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇവർ രണ്ടുപേരുമാണ്. ആ സീനിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് പരിചയപ്പെട്ട അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഈ നാണം കുണുങ്ങിയായിട്ടുള്ള ഈ ഫഹദാണോ ഈ അഭിനയിച്ചിരിക്കുന്നത്? വേറൊരു ജന്മമാണ് ഇപ്പൊ ഇദ്ദേഹം ജീവിക്കുന്നത് തോന്നിപ്പോ. ആ ഷാനുവിനെ നമുക്ക് അറിയാവുന്നവർക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇയാളാണ് ഇതെന്നുള്ളത്. കാരണം മറ്റൊരു ലാംഗ്വേജാണ് പറയുന്നത്, തെലുങ്കിലാണ് അഭിനയിക്കുന്നത്, മലയാളത്തിലല്ല. അപ്പൊ ഇത്രയും പേര് നിൽക്കുമ്പോൾ അതൊന്നും ബോധർ ചെയ്യാതെ പുള്ളി അല്ലുവിന്റെ ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് എന്റെ ഇന്റർവെല്ല്. പാർട്ടി ഉണ്ട് പുഷ്പ.